ദൈവതിരുനാമത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, കർത്താവിൻ്റെ തിരുവചനവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ തന്നെ ഒരല്പസമയം ധ്യാനാത്മപൂർണരായി കർത്താവിൻ്റെ തൃക്കണ്ണുകളിലേക്ക് നോക്കി ദൈവവചനത്തിനായി ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അർപ്പണം ചെയ്യുകയാണ്. ഈ പ്രത്യേക സമയത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങളെ ധന്യരാക്കാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന സ്വർഗീയ ആലോചനയിലേക്ക് നിങ്ങളെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരയറ്റുകയാണ്. വചനം തന്നും വാക്കു പാലിച്ചും നമ്മോട് കൂടെ മാറാതെ നിന്നും നമ്മെ എപ്പോഴും കരുതുന്ന, സ്നേഹിക്കുന്ന, ധന്യരാക്കാൻ വേണ്ടി എപ്പോഴും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ കർത്താവിന് 1000 നന്ദിയും സ്തുതിയും സ്തോത്രവും കരയറ്റിക്കൊണ്ട് ദൈവവചന ധ്യാനത്തിനൊരുങ്ങുന്ന വിശേഷിയാൽ ഇന്ന് കർത്തൃദിനം കൂടെയാണല്ലോ. നമുക്ക് ഒരു കർത്തൃദിന ചിന്തയായി ദൈവസന്നിധിയിൽ ഇന്നത്തെ ധ്യാനത്തെ വീക്ഷിക്കാം. പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിലായിരിക്കുമ്പോൾ എല്ലാവർക്കും വന്ദനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. മർക്കോസ് 8:24-25. അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ എത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. പിന്നെയും അവൻ്റെ കണ്ണിൽ കൈവച്ചാറേ അവൻ സൗഖ്യം പ്രാപിച്ചു. മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു. ആദ്യത്തെ വാക്കിൽ പറയുന്നു, ഞാൻ മനുഷ്യരെ കാണുന്നു, അവരെല്ലാം മരങ്ങൾ നടക്കുന്നത് പോലെ നടക്കുന്നു. യേശു വിട്ടില്ല, വീണ്ടും കൈവച്ചു. ഉടനെ പറയുന്നു, അവനെല്ലാം സ്പഷ്ടമായി കണ്ടു. കർത്താവായ യേശുവിൻ്റെ അടുക്കൽ രോഗികളെയും ബലഹീനരെയും അംഗവൈകല്യമുള്ളവരെയൊക്കെ കൊണ്ടുവരിക എന്നുള്ളത് കർത്താവിൻ്റെ ശുശ്രൂഷ കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുതയായിരുന്നു. ഇവിടെ ഇതാ കർത്താവ് ബെത്സയിദയിലെത്തിയപ്പോൾ ഒരു കുരുടനെ അവൻ്റെ അടുക്ക് കൊണ്ടുവരികയാണ്. കർത്താവിൻ്റെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുപോയിട്ട് ചെയ്ത പ്രവൃത്തികളൊക്കെ ഞാൻ പല പ്രഭാഷണത്തിലും, പ്രത്യേകിച്ച് 10 മിനിറ്റ് സംവാദിക്കുന്ന ആത്മീക ചിന്തയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നും വീണ്ടും അത് ആവർത്തിക്കുമ്പോൾ ഈ പാരഗ്രാഫിൽ ഈ മനുഷ്യനെ 3 തരത്തിൽ, കാഴ്ചപ്പാട് എന്ന വിഷയത്തെ ആസ്പദമാക്കി 3 വിധത്തിൽ വീക്ഷിക്കാം. അതിനു മുമ്പ്, വിശദീകരിക്കുന്നതിന് മുമ്പ് ഞാൻ പറയാം, ആത്മീക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുതയാണ് കാഴ്ചപ്പാടെന്ന് പറയുന്നത്. നമ്മുടെ വിഷയങ്ങൾ എത്ര വലുതാണ്, എത്ര നാളായി, ഇനി എത്ര നാൾ ഇത് സഹിക്കേണ്ടി വരും, എത്ര വലിപ്പമുണ്ട്, ഇതിൻ്റെ പുറകിൽ ആരാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ തിരിച്ചറിയുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മീകത്തിൽ കാഴ്ചപ്പാടാണ്. നാം നമ്മെ എങ്ങനെ കാണുന്നു, നാം നമ്മുടെ ദൈവത്തെ എങ്ങനെ കാണുന്നു, ആത്മീക ജീവിതത്തെ എങ്ങനെ കാണുന്നു, വിശുദ്ധ ബൈബിളിനെ എങ്ങനെ കാണുന്നു, സഭയെ എങ്ങനെ കാണുന്നു, ദൈവദാസന്മാരെ എങ്ങനെ കാണുന്നു, സഹപ്രവർത്തകരെ എങ്ങനെ കാണുന്നു, ദൈവമക്കളെ എങ്ങനെ കാണുന്നു, മനുഷ്യരെ എങ്ങനെ കാണുന്നു, നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇവരെയൊക്കെ നമ്മളെങ്ങനെയാണ് കാണുന്നത് എന്നതിന് ഉപയോഗിക്കുന്ന ഒരു ആത്മീക ഭാഷയാണ് കാഴ്ചപ്പാട്. കാഴ്ചപ്പാടില്ലാത്ത സഭയ എന്ന് പറഞ്ഞാൽ, കാഴ്ചപ്പാടില്ലാത്ത ദൈവദാസനെന്ന് പറഞ്ഞാൽ കണ്ണ് കാണാൻ വയ്യ എന്നതല്ല എൻ്റെ അർത്ഥം. ഒരു വസ്തുവിനെ ദൈവം കാണുന്നത് പോലെ കാണാൻ, ഒരു വ്യക്തിയെ, ഒരു വിഷയത്തെ ദൈവം കാണുന്നത് പോലെ കാണാൻ, അതിൻ്റെ കഴിവാണ് കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഒരു ഡിവൈൻ ബ്രൈറ്റ്നസ്സാണ്, ഒരാത്മീക തെളിച്ചം. അത് നമ്മുടെ അകത്ത് പ്രകാശിച്ചാൽ പ്രശ്നങ്ങളും കലുഷിതമായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി മാറ്റം വരും. ആത്മീക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം നമ്മളെങ്ങനെ ഓരോന്നിനെയും കാണുന്നു എന്നതാണ്. ഓരോ വിഷയങ്ങളെയും എങ്ങനെ കാണുന്നു, ദൈവം കാണുന്നത് പോലെ കാണാൻ അതിന് പ്രത്യേകം പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്കിങ്ങനൊരു ജീവിതം തന്നു, ഞാൻ ഇവിടെ വരെ എത്തി, ഇവിടെ ഞാൻ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക, ഇതിലെ ദൈവം കാണുന്നത് പോലെ കാണാൻ എനിക്കും കൃപ തരണമേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ആ വസ്തുതയെ അതുപോലെ കാണുമ്പോൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് സമാധാനവും സ്വസ്ഥതയും ലഭിക്കും. കാഴ്ചപ്പാടിനെ ആധാരമാക്കി ഈ പാരഗ്രാഫിൽ ഈ മനുഷ്യനെ നമുക്ക് 3 വ്യത്യസ്ത തലങ്ങളിൽ തിരിക്കാം. ഒന്ന്, കർത്താവിൻ്റെ അടുക്കലേക്ക് ഈ മനുഷ്യനെ കൊണ്ടുവരുമ്പോൾ ഒട്ടും കാഴ്ചയില്ലാത്ത മനുഷ്യൻ, ഒന്നും കാണാൻ കഴിയാത്ത മനുഷ്യനായിരുന്നു. അത് 22-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവനൊന്നും കാണാൻ കഴിയില്ലായിരുന്നു. യേശുവിൻ്റെ അടുക്കൽ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കേട്ടു. കർത്താവ് തൊട്ട് കഴിഞ്ഞപ്പോൾ അവന് കാണാൻ കഴിഞ്ഞു, പക്ഷേ
കാണേണ്ട പോലെ കാണാൻ കഴിയുന്നില്ല. അതാണ് നമ്മൾ 24-ാം വാക്യത്തിൽ വായിച്ചത്. മനുഷ്യരെ കാണുന്നുണ്ട്, പക്ഷെ മനുഷ്യനെ കാണേണ്ടതുപോലെ അല്ല കാണുന്നത്, മരങ്ങൾ പോലെയാണ് കാണുന്നത്. അത് വലിയ പ്രശ്നമാണ്. ഒട്ടും കാഴ്ചയില്ലാത്തതിനേക്കാൾ പ്രശ്നമാണ് കാണേണ്ടതിനെ കാണേണ്ട പോലെ കാണാതിരിക്കുന്നത്. മൂന്നാമത്തത്, എല്ലാം സ്പഷ്ടമായി കണ്ടു. അത് 25-ാം വാക്യത്തിലാണ്. ഇങ്ങനെ കാഴ്ചപ്പാടിനെ ഈ പാരഗ്രാഫിനകത്ത് 3ആയി തിരിക്കാം. ഒന്നും കാണാൻ കഴിയാത്തവർ, കാണേണ്ട പോലെ കാണാത്തവർ, എല്ലാം സ്പഷ്ടമായി കാണുന്നവർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിലും നമ്മുടെ കൂട്ടായ്മയ്ക്കകത്തും ഈ വാട്സാപ്പ് മെസ്സേജ് കേൾക്കുന്ന ഗ്രൂപ്പുകൾ ആയിരക്കണക്കിന് ആളുകളിൽ പോലും ഈ 3 കൂട്ടർ കാണും എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. കാരണം ഒന്നും കാണാൻ വയ്യാത്തവർ എന്ന് പറഞ്ഞാൽ ആത്മീക കുരുടരാണ്. അവർക്ക് അവരുടെ നാളുകൾ കാണാൻ കഴിയുകയില്ല, അവരുടെ മക്കളുടെ ഉയർച്ചയെക്കുറിച്ച് കാണാൻ കഴിയുകയില്ല. ഞാൻ ഒന്നോടെ ആവർത്തിക്കുന്നു, നമ്മുടെ നാളുകളെ കാണുന്നവർ. നമ്മൾ വിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഭാവി കാലത്തെ ഓർത്ത് പുഞ്ചിരി ഇടുക എന്ന് പറഞ്ഞു. നാളുകളെ കണ്ടാൽ കരയാനും ചിരിക്കാനും പറ്റും. യെരൂശലേമിനെ നോക്കിയപ്പോൾ കർത്താവ് കരഞ്ഞു എന്നൊരു വാക്കുണ്ട്. അന്നേരം യെരൂശലേം നല്ല ക്യൂട്ടായിട്ട് നല്ല ലൈറ്റൊക്കെ കത്തിച്ച് നിൽക്കുന്ന മനോഹരമാണ്. പക്ഷെ യേശു അതിനെ കണ്ടത് അതിൻ്റെ നാളുകളാണ്. നാളുകളെ കണ്ടപ്പോൾ കർത്താവ് കരഞ്ഞു. ഇന്ന് തിരുവെഴുത്ത് നമ്മോട് പറയുന്നു, നിൻ്റെ ഭാവികാലം ഓർത്ത് കരഞ്ഞു എന്നല്ല, നിൻ്റെ ഭാവികാലം ഓർത്ത് നീ പുഞ്ചിരി തൂക്ക് എന്ന് പറയുമ്പോൾ ഇന്നത്തെ സ്ഥിതി എന്താണെങ്കിലും നാളെ ഒരു ശുഭകാലം വരുമെന്ന കാഴ്ചപ്പാട് ഇന്നേ കിട്ടുന്നവർ, അവരാണ് സന്തോഷത്തോടെ ഇന്നെല്ലാം സഹിച്ച് മുന്നോട്ട് ജീവിക്കുന്നവർ. ഇപ്പം ഞാൻ പറയട്ടെ, ഒന്നും കാണാനില്ലാതെ ജീവിച്ചാൽ നമ്മൾ നിരാശപ്പെടും. കുരുടനാണ്. ആരുടെയെങ്കിലും കൈ പിടിച്ചും കൈത്താങ്ങലും ഉണ്ടെങ്കിൽ മാത്രം. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുക്ക് വന്നിരുന്ന് പറയുകയാണ്, എൻ്റെ അമ്മാമ്മ ഇങ്ങനെ ഭാരപ്പെടാതെ, നിങ്ങൾക്ക് 2 ആൺപിള്ളേരല്ലേ, നന്നായി വരും എന്ന് ഞാൻ പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് കുരുടനാണ്. നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നില്ലല്ലോ, നിങ്ങളുടെ പിള്ളേരെ കാണാൻ വേറൊരാളുടെ സഹായത്തോടെ നമ്മളെന്നും കാണുന്നത്. ജീവിതത്തിലൊക്കെ തുടക്കത്തിൽ അങ്ങനെ ആയിരിക്കാം, പക്ഷേ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ തന്നെത്താൻ കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് വന്നിട്ട് പറയുക, ദൈവത്തിന് പ്രവർത്തിക്കാൻ എന്തോരം നേരം വേണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരിക. കാരണം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നു, പാസ്റ്റർ പറഞ്ഞുകൊണ്ട് ഞാൻ മരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായി കാണാൻ പറ്റിയില്ല, എൻ്റെ സഹായം കൊണ്ടാണ് കണ്ടത്. അതൊരു തരം കുരുടനല്ലേ? കണ്ണ് 2 ഉണ്ട്, സത്യമാണ്. വേണ്ടാത്തതെല്ലാം കാണുന്നുണ്ട്, അതും സത്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ നാളുകളെ കാണാൻ കഴിയത്തുള്ളെങ്കിൽ മറ്റൊരുത്തിൻ്റെ സഹായത്തോടു കൂടെയല്ലേ. അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല. കർത്തൃദാസന്മാരൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ നാളുകളെ, നിങ്ങളുടെ നിത്യതയെ, നിങ്ങൾ സ്വർഗരാജ്യത്തിലെത്തുന്നതിനെ അതിനെ ചൂണ്ടിക്കാണിച്ചു തരികയാണ്. പക്ഷെ നമുക്ക് തന്നെ കാണാൻ പറ്റണം, ഈ ലോകത്തിനപ്പുറം ഒരു ലോകമുണ്ട്, ഞാൻ അവിടെ ചെല്ലും, എൻ്റെ അപ്പൻ്റെ വീടാണ്. ഇതൊക്കെ നമ്മൾ തന്നെ കാണുമ്പോൾ നമ്മൾ കാഴ്ചയുള്ളവരായി. അതാണ് വേദപുസ്തകം, നിങ്ങൾ പണ്ട് കുരുടരായിരുന്നു, ഇപ്പോൾ നിങ്ങൾ കാണുന്നവരായി എന്നൊക്കെ എഴുതിയിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഇപ്പം നമ്മളോട് ആരും പറയാതെ നമുക്കറിയാം, നിത്യതയുണ്ട്, സ്വർഗമുണ്ട്, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എനിക്ക് കാണാം. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, എടാ നിൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ക്കാതിരിക്കാൻ എന്നൊന്നും ഞാൻ പറയണ്ട. നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് ദൈവത്തെ കാണാം, നിങ്ങൾക്ക് ജീവിതത്തെ കാണാം. എന്നാൽ രണ്ടാമതൊരു കൂട്ടരുണ്ട്, മങ്ങലാണ്. അവരെന്തോ കാണുന്നുണ്ട്, ശരിയോ തെറ്റോ എന്നറിയില്ല. അവരാണ് പലപ്പോഴും ദുരുപദേശക്കാരും ഒക്കെ. ഈ വചനത്തിലേക്ക് നോക്കുമ്പോൾ കാണേണ്ട പോലെ അല്ല കാണുന്നത്. ഒരു കാര്യത്തെക്കുറിച്ച് കർത്താവ് എന്ത് പറഞ്ഞു, കർത്താവ് എന്ത് ആഗ്രഹിച്ചു, അതുപോലല്ല. മനുഷ്യരെ മരം പോലെ കാണുക എന്ന് പറഞ്ഞാൽ എന്ത് കഠിനമാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മായിയമ്മ നിങ്ങളെ മരം പോലെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു മരത്തോടിപ്പോൾ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ആത്മാർത്ഥതയും സ്നേഹവും കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മരത്തോടെന്താ, മരത്തിൻ്റെ ചോട്ടിൽ ചിലപ്പോൾ വെള്ളം കോരി ഒഴിച്ച് നിൽക്കും, മീൻ കഴിയുക വെള്ളം കോരി ഒഴിച്ച് നിൽക്കുക, ഒക്കെ മരത്തിൻ്റെ ചോട്ടിലേക്കല്ലേ ഒഴിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യനിലേക്ക് ചെയ്യാൻ പറ്റൂ? നിങ്ങൾ നിങ്ങളുടെ അമ്മയെ മരമായിട്ടാണ് കാണുന്നതെങ്കിൽ അയ്യോ, അവരോട് എങ്ങനെയായിരിക്കും ഇടപെടുന്നത്? അങ്ങനെ കാണുന്നവരുണ്ട്. മറ്റുള്ളവരെ മനുഷ്യനായി കാണാത്തവർ, അവരെ മൃഗത്തേക്കാൾ മോശമായി കാണുന്നവർ, പുച്ഛിക്കുന്നവർ, നിന്ദിക്കുന്നവർ, ഉപദ്രവിക്കുന്നവർ. കാരണം സഹജീവികളെ ദൈവസൃഷ്ടിയായി
ജീവനുള്ളവരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായി കാണാൻ കഴിയാത്തവർ വീണ്ടും വണ്ണം കാണാൻ കഴിയാത്തവരാണ്. എന്നാലൊരു ന്യൂനപക്ഷമുണ്ട്. ദൈവപുത്രൻ്റെ കയ്യിൽ കിട്ടിയാലുള്ള ഗുണം എന്താണെന്നറിയാമോ? നമ്മുടെ കാഴ്ചപ്പാടിനെ കർത്താവ് മാറ്റിത്തരും. കാണേണ്ടതുപോലെ സ്പഷ്ടമായി കാണാമെന്നുള്ള വാക്ക് കണ്ടോ? കർത്താവിൻ്റെ അടുക്ക വന്നാൽ നമ്മുടെ കാഴ്ചപ്പാട് മാറും. എല്ലാം കാണേണ്ടതുപോലെ കാണാൻ അതിന് ദൈവമായ കർത്താവ് വഴിയൊരുക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ 3 തരത്തിലെ കാഴ്ചപ്പാടിനെ നമ്മൾ വിലയിരുത്തണം. നമ്മൾ നമ്മളോട് ചോദിക്കണം, ആരെങ്കിലും വന്ന് നിന്നോട് പറയുമ്പോഴാണ് നിൻ്റെ തലയൊന്ന് ഉയർത്താൻ പറ്റത്തുള്ളൂ, നീ അന്നേരമാണ് ചില കാര്യങ്ങൾ കാണുന്നുള്ളെങ്കിൽ ഇപ്പോഴും കുരുടനാണെന്ന് പറയുന്നില്ലേ? പത്രോസ് പറയുന്നുണ്ട്. അങ്ങനെ ആയിരിക്കരുത്. നാം നമ്മെ കാണണം, നാം നമ്മുടെ നാളകളെ കാണണം, നാം നമ്മുടെ പിള്ളേരുടെ ഭാവിയെ കാണണം, ദൈവം കാണുന്നത് പോലെ കാണണം. അപ്പോഴതിൻ്റെ സ്പഷ്ടത, കൃത്യത വരികയുള്ളൂ. വേണ്ടാത്തതൊന്നും കാണരുത്, കാണേണ്ട പോലെ കാണും. ഈ വചനം വായിക്കുമ്പോൾ, സഭയെ കാണുമ്പോൾ, ദൈവമക്കളെ കാണുമ്പോൾ, കർത്തൃദാസന്മാരെ കാണുമ്പോഴൊക്കെ കാണേണ്ട പോലെ കാണണം. മരം പോലെ കാണരുത്. അത് അപകടമാണ്. കാണാതിരിക്കുന്നതിനേക്കാൾ അപകടമാണ് കാണേണ്ട പോലെ കാണാതിരിക്കുന്നത്. 3, സ്പഷ്ടമായി കാണാൻ. അതിന് വരവും കൃപയും ദൈവത്തോട് ചോദിക്കണം. നമുക്കതിനു വേണ്ടി ഒരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ മറ്റുള്ളവർ കാണേണ്ട പോലെ കാണട്ടെ, നമുക്ക് മറ്റുള്ളവരെ കാണേണ്ട പോലെ കാണാൻ കഴിയട്ടെ. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ ഓരോരുത്തർക്ക് എങ്ങനെ കാണുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല കർത്താവേ. ഈ ചിരിച്ച് കാണിക്കുന്നവരൊക്കെ കാണേണ്ട പോലെയാണോ കാണുന്നതെന്നറിയില്ല. ഞങ്ങൾ 2 കാര്യം പ്രാർത്ഥിക്കുന്നു. ഒന്ന്, ഞങ്ങളെ കാണേണ്ട പോലെ, ഞങ്ങളൊരു ഉദ്യോഗസ്ഥൻ്റെ മുമ്പിലേക്ക് ചെന്നാൽ, ഞങ്ങളൊരു ഇൻ്റർവ്യൂവിന് ചെന്നാൽ, ഞങ്ങളെ മറ്റുള്ളവർ നോക്കുമ്പോൾ കാണേണ്ടതുപോലെ കാണാൻ, ഞങ്ങളെ തെറ്റിദ്ധരിക്കാതെ, ഞങ്ങളെ മറ്റൊന്നായി കാണാതെ, ഞങ്ങളുടെ വീട്ടിലുള്ളവർ, ഞങ്ങളുടെ സഭയിലുള്ളവർ, ഞങ്ങളുടെ കർത്തൃദാസന്മാർ പണ്ട് ഹന്നയെ ഏലി കണ്ടതുപോലെ കാണാതെ, ഉള്ളതുപോലെ കാണാൻ, സ്പഷ്ടമായി കാണാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്യണം കർത്താവേ. ദാവീദിനെ വീട്ടുകാരെങ്ങനെ കണ്ടാലും ദൈവം ഒരു രാജാവായി കണ്ടതുപോലെ ഞങ്ങളുടെ നാളുകളെ കാണാൻ ദൈവത്തിൻ്റെ പ്രത്യേക കരുണ തരണേ. അതിനുവേണ്ടി ഒന്നോടെ തുടരണേ കർത്താവേ. വേണ്ടാത്തത് കാണാനിടയാക്കല്ലേ, കാണേണ്ട പോലെ അല്ലാത്ത രീതിയിൽ ആരും കാണാനിടയാക്കല്ലേ അപ്പാ. തെറ്റിദ്ധാരണയുടെ കാഴ്ചപ്പാട് ആർക്കും ഉണ്ടാകല്ലേ, ഞങ്ങൾക്കും ഉണ്ടാകല്ലേ. അന്ധത മാറ്റണേ. ആരും പറയാതെ ഞങ്ങൾക്ക് ഞങ്ങളെയും ഞങ്ങളുടെ നാളുകളെയും കാണുവാൻ കൃപ ചെയ്യണേ. സ്വർഗം അത് ചെയ്തിരിക്കാൻ സ്തോത്രം. തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തിരുക്കൃപ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം മാനിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.